കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9:38 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, ഗുരോ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാദി വായനയിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവിക ജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തെ നമ്മൾ സ്നേഹിച്ച് ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ജ്ഞാനം 6-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ തന്നെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബം, അവിടെയെല്ലാം രക്ഷ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ ദൈവിക ജ്ഞാനത്തെ ആദരിക്കണം, വിലമതിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വചനം ഒരു അക്ഷയനിധിയായിട്ടാണ് നമ്മെ ജ്ഞാനത്തെ അവതരിപ്പിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നിധി അത് കണ്ടെത്തിയവർ മറ്റെന്ത് ത്യജിച്ചും ആ നിധി സ്വന്തമാക്കി ജീവിക്കാൻ അവർ സന്നദ്ധരാകും. ഇന്നത്തെ ആദ്യവാനിയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, അതിരാവിലെ ഉണർന്ന് ഈ ജ്ഞാനം തേടുന്നവർക്ക് ആനന്ദമുണ്ടാവും. മറ്റു പല വചനഭാഗങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:14 വായിച്ചാൽ കാണാൻ സാധിക്കും, അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകുന്ന വലിയ നേട്ടം. അതുപോലെ തന്നെ പ്രഭാഷകൻ 32:14, അതിരാവിലെ ഉണർന്ന് ദൈവത്തെ തേടുന്നവർ ദൈവത്തെ കണ്ടെത്തും. പല വിശുദ്ധരും ഒരുപോലെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ പ്രാർത്ഥിക്കുന്ന കാര്യം. നമുക്ക് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥിക്കാം, വൈകുന്നേരം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് രാവിലെ മാറ്റിവെച്ചാൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. ദൈവത്തെ പിന്നീട് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് വിശുദ്ധർ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ചിലരൊക്കെ അതിരാവിലെ ഉണർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങളിലേക്ക് പോവുള്ളായിരുന്നു. കാരണം ഈ സമയത്ത് ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ദിവസം മുഴുവൻ നമുക്ക് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഏൽറഡ് 12-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധനാണ്. അദ്ദേഹത്തിനൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു, കർത്താവേ, എൻ്റെ കാതുകളിൽ അങ്ങയുടെ വചനം നിറച്ചു തരണമേ. എന്നിട്ട് അദ്ദേഹം ആ പ്രാർത്ഥന തുടരുന്നത് ഇങ്ങനെ പറഞ്ഞാണ്, ഹൃദയം കൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇത് ചെയ്യുന്ന വ്യക്തികൾ അതിരാവിലെ തന്നെ ഉണരാൻ തയ്യാറാകും, പ്രാർത്ഥിക്കാൻ തയ്യാറാകും, ദൈവത്തെ അനുഭവിക്കാൻ തയ്യാറാകും, ദൈവകരങ്ങളിൽ അവരുടെ ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറാകും. അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് അവിശുദ്ധൻ തന്നെ പറയുന്നുണ്ട്, അങ്ങയെ സ്നേഹിക്കുന്ന ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാകും. നമ്മൾ ഈ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് സന്നദ്ധരാകും. നമുക്കാകപ്പാടെ ഈ ലോകത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. നമ്മുടെ കണക്ഷൻസ് ഇതൊക്കെയാണെങ്കിൽ കണ്ണു തുറന്നാൽ ആദ്യം നമ്മുടെ കൈ ഫോണിൽ ചെല്ലും. ഇനി ഇന്നലെ വല്ലവരും വിളിച്ചോ, മിസ് കോൾ വിട്ടോ, മെസ്സേജ് വന്നിട്ടുണ്ടോ, ട്രോൾ ഇറങ്ങിയിട്ടുണ്ടോ, പല കാര്യങ്ങളും നമ്മൾ വേണേൽ അന്വേഷിക്കുന്നവരായിട്ട് മാറും. അതിരാവിലെ ഉണരുമ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു അമേരിക്കക്കാരി ക്യാതറിൻ, അവരെക്കുറിച്ച് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരു കിടക്കാൻ പോകുന്നതിന് മുമ്പ്
വചനം കേട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ബൈബിൾ വായിക്കും അതിന് മുമ്പ്, അതിന് ശേഷം വചനം കേട്ടാണ് ഉറക്കത്തിലേക്ക് പോവുക. അതിരാവിലെ ഉണർന്നാൽ ആദ്യം അവരുടെ കൈ എത്തുന്നത് ആ റെക്കോർഡറിലാണ്. അത് ഓണാക്കും, ദൈവവചനം കേട്ടു. കണ്ണ് തുറന്നു പിടിച്ചോ കണ്ണ് തുറക്കാതെ അവർ വചനം കേട്ട് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോവുക. പറയുന്നുണ്ട്, ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിച്ച വ്യക്തികളാണ്. നമുക്ക് ദൈവവചനത്തെ ആദരിക്കാൻ സാധിച്ചാൽ ഉത്കർഷം ഉണ്ടാകുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിന് വലിയ നേട്ടമുണ്ടാകുമെന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധർ അതേക്കുറിച്ച് അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, 2-3 മേഖലകളിൽ നിനക്ക് വലിയ നേട്ടം ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാകും. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പാപത്തിൽ വീഴുന്നത് അസാധ്യമാകും. ജോൺ ക്രിസോസ്റ്റം പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന് എന്തെളുപ്പത്തിലാണ് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവർ പറയുക, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നേ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിനൊന്നും എന്നെ കിട്ടില്ല എന്നുള്ള രീതിയിൽ അവരതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകും. എന്താ ശരിക്കുള്ള കാരണം? പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്തത്. നമ്മളിച്ചിരി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ മേഖലകളിലൊക്കെ മാറ്റം വരും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, ഉറങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് ഏർലി മോർണിംഗ് ടൈം, അതിരാവിലെയുള്ള സമയം. പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ് അതിരാവിലെ ഉള്ള സമയം. അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കാനും ഏറ്റവും നല്ല സമയം അതിരാവിലെ, ഏർലി മോർണിംഗ് ടൈം. നമ്മളിൽ എത്ര പേരുടെ ഏർലി മോർണിംഗ് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നാം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജ്ഞാനത്തിൻ്റെ അഭിഷേകമുണ്ടാകും, ആനന്ദത്തിൻ്റെ നിറവുണ്ടാകും, ദൈവഹിതം അറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഉത്കർഷം. അതാണ് സുഭാഷിതങ്ങൾ 16:20 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷമുണ്ടാകും. ഉത്കർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, അഭിവൃദ്ധി രണ്ടോടെ ചേരുന്നതാണ്. ആ ഒരു കോമ്പിനേഷൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എനിക്കെൻ്റെ ജീവിതത്തിൽ സന്തോഷം വേണം, എനിക്കെൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണം എന്നാഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എൻ്റെ മക്കൾക്ക് അതുണ്ടാകണം, എൻ്റെ കൊച്ചുമക്കൾക്കും അതുണ്ടാകണം, ഞാൻ കരുതുന്ന സ്നേഹിക്കുന്ന എല്ലാവർക്കും അതുണ്ടാകണം എന്നൊക്കെ കൊതിക്കുന്നവരല്ലേ നമ്മൾ. ഇനി അതിന് നാം ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുകയാണ്, വചനത്തെ നിന്ദിക്കാതെ വചനത്തെ ആദരിക്കണം. വചന ദാരിദ്ര്യം അനുഭവിക്കാതെ വചനസമൃദ്ധി ഹൃദയത്തിൽ ഉണ്ടാക്കണം. അതാണ് കൊളോസസ് 3:16 വചനം വായിച്ച അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ ഏത് കാര്യം ചെയ്താലും, പഠിപ്പിക്കുന്നതോ സ്തുതിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ മക്കളെ വളർത്തുന്നതോ എന്ത് കാര്യം ആയിക്കോട്ടെ, വചനസമൃദ്ധി ഹൃദയത്തിലുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാവും, അതിൽ ഒരു നന്മ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൾ മുറിച്ച് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ വിശുദ്ധിയിൽ വളരാൻ പറ്റും. എന്ത് ചെയ്യണമെന്നറിയോ? ആപ്പിൾ മുറിച്ച് കൊടുക്കുന്നത് സ്നേഹത്തോടെ ചെയ്താൽ മതി. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും ആ വ്യക്തിയോടുള്ള കരുതലിൻ്റെ പേരിലും അത് ചെയ്യുമ്പോൾ നീ വിശുദ്ധിയിൽ വളരുന്നു എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചത്. ദൈവിക ജ്ഞാനം വരുന്നില്ലെങ്കിൽ, ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്, ശിഷ്യന്മാർക്ക് പോലും അവരുടെ ഗ്രൂപ്പായിരുന്നു പ്രധാനപ്പെട്ട. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കാണും ചില ക്ലിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സുമായിട്ട് ചേർന്ന് പോകുന്ന ചില വ്യക്തികൾ. അതുകൊണ്ടാണ് ജീവിത പങ്കാളിയോട് ഒരടുപ്പവും ആകർഷണവും ഇല്ലേലും ആകർഷണമുള്ള മറ്റു വ്യക്തികളുണ്ടാകും. ഇവരോട് സംസാരിക്കുന്നില്ലേലും അവരോട് ഡെയിലി സംസാരിക്കും. അങ്ങനെ നമുക്ക് ഗ്രൂപ്പ്, നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിപ്പോകാനുള്ളൊരു പ്രവണത നമുക്കുണ്ടാകാം. ഇവിടെ നമ്മൾ കാണുകയാണ്, യോഹന്നാൻ വന്നിട്ട് പറയാണ്, ഞങ്ങളൊരുത്തനെ കണ്ടു, അവനെ അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു നിന്റെ നാമത്തിൽ, ഞങ്ങൾ അവനെ സ്റ്റോപ്പ് ചെയ്തു, അവനെ വിലക്കി. എന്താ കാരണം?
അവനെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവനല്ല. ഇന്ന് ഇതുപോലെ ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹായം സ്വീകരിക്കുന്നതാണേലും സഹായം കൊടുക്കുന്നതാണേലും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണേലും അതൊരു ഗ്രൂപ്പിൽ ഒതുങ്ങിപ്പോകാതെ നമുക്ക് കുറച്ചുകൂടെ വിശാലമാകാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, നീ ഡെയിലി കുർബാനയ്ക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നീ നിൻ്റെ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെക്കാൾ ഭേദം നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികളെ നമുക്ക് അവരെ പുറന്തള്ളാൻ പറ്റത്തില്ല. സഭ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ നിത്യപാപം അതുപോലെ തന്നെ നിത്യനാശം അതൊക്കെ ആർക്കാ സംഭവിക്കുക? മരണം വരെ കിട്ടിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ, യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയാതെ, മാനസാന്തരത്തിന് തയ്യാറാകാതെ പ്രാർത്ഥനയിൽ പാപത്തിൽ തുടർന്നവർ അവർക്ക് വരുന്നതാണ്. ഞാൻ നമുക്കറിയത്തില്ല, ഇന്നിപ്പം നിരീശ്വരവാദിയാണെങ്കിലും നാളെ അവർക്ക് മാനസാന്തരം വരുമോയെന്ന് ആർക്കറിയാം? അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്കൊരു മാനസാന്തര ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിത്യനാശം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ലത് മറ്റുള്ളവരെ നമ്മൾ വിധിക്കാതെ നമ്മുടെ കാര്യത്തിൽ സ്ട്രിക്റ്റായിട്ട് പിടിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിന് എൻ്റെ ചുറ്റുപാടുമുള്ളവരും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു, ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ എനിക്കതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചിന്തിച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 കൊരിന്തോസ് 9:27 വായിച്ചപ്പോൾ പൗലോസ്ലീഹ ആ കാര്യം പറയുന്നുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്, പക്ഷേ മറ്റുള്ളവരെ ഞാൻ വിധിക്കാനോ അവർ നരകത്തിൽ പോകും അല്ലെങ്കിൽ അവർ നശിക്കും എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല, ഞാൻ അതിന് മുതിരില്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.